AC-ക്ക് കൂളിങ്ങിലെന്ന് കസ്റ്റമർ നമ്മളെ വിളിച്ചു പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച, ഗ്യാസ് ഒട്ടും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഗ്യാസ് രണ്ടാമത് കയറ്റാൻ നിന്നില്ല. 32 ഗ്യാസ് ഇട്ട് നമ്മളൊന്ന് ലീക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് കയറ്റാൻ നിർത്തു. ഗ്യാസ് കയറ്റാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഗ്യാസ് ചാർജ് ചെയ്തിട്ട് പോയതാണ്. നമ്മളല്ല, വേറൊരു ടെക്നീഷ്യൻ നോക്കിയിട്ട് പോയതാണ്. നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ലീക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം ഗ്യാസ് ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 150-200 പ്രഷർ ഞാനിട്ടു. 200 പ്രഷർ ഇട്ടിട്ട് ഒരു സൗണ്ട് എവിടെയോ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അല്ല സൗണ്ട്, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലീക്ക്. കംപ്രസറിൻ്റെ സൈഡാണേ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കംപ്രസർ ഏത് രീതിയിലിരിക്കുന്നതേ. ഇനിയൊന്ന് കാണിച്ചു തരാം, ഫിൽറ്റർ ഒന്ന് കാണിച്ചു തരാമേ. സ്റ്റെയിനർ നോക്ക്, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് സൗണ്ടും വരുന്നത്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് സൗണ്ട് വരുന്നത്. ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. എന്തായാലും കസ്റ്റമറോട് കാര്യം പറഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഈ കംപ്രസർ മാറ്റാനുള്ള ഓപ്ഷനേ ഉള്ളൂ. കസ്റ്റമറോട് കാര്യം സംസാരിച്ചു. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞു കംപ്രസർ മാറ്റാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ കാണിച്ചു. 5 വർഷമായ AC ആണ്, 5 വർഷം വരെ ഉള്ളായിരുന്നു വാറണ്ടി. അപ്പം എന്തായാലും കസ്റ്റമർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കംപ്രസർ മാറ്റി വെക്കാനാട്ടോ. നമ്മൾ പുതിയൊരു കംപ്രസർ മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നമ്മൾ ഗ്യാസ് ലീക്ക് അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ചാർജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കസ്റ്റമർക്ക് നഷ്ടം, പിന്നെ നമുക്കും നമ്മുടെ ജോലിയോടുള്ള ഒരിത് നഷ്ടപ്പെടും. അപ്പം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ലീക്കുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കംപ്രസർ മാറ്റി കളയാം. നിൽക്കത്തില്ല, വേറെ ഒന്നും നോക്കാനില്ല. ഇൻവെർട്ടർ AC ആണ്. ഇതിവിടെ 5 വർഷം പഴക്കേ ഉള്ളൂ. അപ്പം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു AC ആണ്. ഓക്കെ, നല്ല ലീക്കുണ്ടേ. അപ്പോൾ ഇതുപോലെ ലീക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത് ഗ്യാസ് ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നഷ്ടമായിരിക്കും, കമ്പനിക്ക് നഷ്ടം, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമറിന് നഷ്ടം. അപ്പം ലീക്ക് കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ഇച്ചിരി സമയം നമുക്ക് പോകുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.